അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കടം കാരണം ഉറക്കം നഷ്ടപ്പെട്ടവർ, കടക്കാരുടെ ശല്യം കാരണം മനസ്സമാധാനം ഇല്ലാത്തവർ, വരുമാനം ഉണ്ടായിട്ടും കടം തീരാതെ വിഷമിക്കുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് കടബാധ്യത എന്നത്. എന്നാൽ വിഷമിക്കേണ്ട, പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം പഠിപ്പിച്ച കടങ്ങൾ പർവ്വതം പോലെ വലുതാണെങ്കിലും അല്ലാഹു അത് വീട്ടിത്തരുന്ന ഒരു അത്ഭുത ദുആയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കടം ഒരു മനുഷ്യനെ എത്രത്തോളം തളർത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് കടത്തിൽ നിന്ന് അല്ലാഹുവോട് എപ്പോഴും സംരക്ഷണം തേടിയിരുന്നത്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുആ പൂർണ്ണ വിശ്വാസത്തോടെ ചൊല്ലുന്നവന്റെ കടം അത് ഒരു പർവ്വതം പോലെ വലുതാണെങ്കിൽ പോലും അല്ലാഹു അത് വീട്ടാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അത്രയും ശക്തിയുള്ള നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ ദുആ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മൾ പതിവാക്കേണ്ട ആ പ്രത്യേക പ്രാർത്ഥന ഇതാണ്: اللهم إني أعوذ بك من غلبة الدين وقهر الرجال. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ, ഒപ്പം ചൊല്ലാൻ ശ്രമിക്കൂ. اللهم إني أعوذ بك من غلبة الدين وقهر الرجال. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അല്ലാഹുവേ, കടത്തിന്റെ ഭാരത്തിൽ നിന്നും മനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് സംരക്ഷണം തേടുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ വരികളാണല്ലേ! കടം വരുത്തിവെക്കുന്ന മാനസിക വിഷമങ്ങളിൽ നിന്നും ആളുകളുടെ കുറ്റപ്പെടുത്തലുകളിൽ നിന്നും ഉള്ള സംരക്ഷണമാണ് നമ്മൾ ഇതിലൂടെ അല്ലാഹുവോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്താൽ മാത്രം പോരാ, അത് എങ്ങനെ ചൊല്ലണം എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 1. ഓരോ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും ഈ ദുആ കുറഞ്ഞത് 3 തവണയെങ്കിലും ചൊല്ലുക. 2. രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കാൻ നേരത്തും ഇത് പതിവാക്കുക. 3. എല്ലാറ്റിനുമുപരിയായി കടം തീർത്തുതരുന്നത് അല്ലാഹുവാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുക. നമ്മുടെ ജോലി കഠിനമായി പ്രയത്നിക്കുക എന്നത് മാത്രമാണ്. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ദുആ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. കടങ്ങൾ മാറാനും ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അറിവ് കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാടാളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഇതൊരു വലിയ ആശ്വാസമാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ എളുപ്പത്തിൽ വീട്ടിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.